നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ സാമ്പത്തിക തിരിമറി നടത്തിയെന്ന ആരോപണവും കുറ്റക്കാർക്കെതിരെ രഹസ്യമായി നടപടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും അന്വേഷിക്കാൻ ബി.ജെ.പി. സംസ്ഥാന അച്ചടക്ക സമിതിയെ ചുമതലപ്പെടുത്തി. പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ, സംസ്ഥാന ട്രഷറർ ഇ. കൃഷ്ണദാസ് എന്നിവരടങ്ങുന്ന അന്വേഷണ സമിതിയാണ് ഉയർന്നുവന്ന സാമ്പത്തിക ആരോപണങ്ങളെക്കുറിച്ചും കത്ത് ചോർച്ചയെക്കുറിച്ചും വിശദമായി അന്വേഷിക്കുന്നത്. മറുനാടനാണ് ഈ കത്ത് പുറത്തുവിട്ടത്. പാർട്ടിയിൽ വൻ ചർച്ചയായി മാറിയ സാമ്പത്തിക ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചെന്ന തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പേരിലുള്ള കത്ത് പ്രചരിച്ചതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. തുടർച്ചയായ പരാതികളുടെ പശ്ചാത്തലത്തിൽ സംഘടനാ തലത്തിലുള്ള സമിതിയുടെ അന്വേഷണം അടിയന്തരമായി പൂർത്തിയാക്കി പാർട്ടിക്ക് നേരിട്ട നാണക്കേടും തർക്കങ്ങളും അവസാനിപ്പിക്കാനാണ് നേതൃത്വത്തിന്റെ അടിയന്തര നീക്കം. നിലവിൽ വിദേശത്തുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഈ മാസം 18-ന് തിരിച്ചെത്തുമെന്നാണ് അറിയുന്നത്. അദ്ദേഹം എത്തിയ ശേഷം സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യോഗത്തിൽ ഫണ്ട് തിരിമറി വിഷയം ഔദ്യോഗികമായി അജണ്ടയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലെങ്കിലും ഏതെങ്കിലും നേതാക്കൾ വിഷയം ഉന്നയിച്ചാൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ നേരിട്ട് മറുപടി നൽകുമെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമറിയും അതിന് പിന്നാലെ ആരോപണ വിധേയർക്കെതിരെ എടുത്ത നടപടിയെ ചൊല്ലിയുള്ള ഭിന്നതയുമാണ് സംസ്ഥാന ബി.ജെ.പിയിൽ വീണ്ടും കടുത്ത ചേരിതിരിവിന് വഴിവെച്ചിരിക്കുന്നത്. എതിർചേരി കടുത്ത ആരോപണങ്ങളുമായി രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് തന്ത്രപ്രധാന മേഖലകളിൽ 12 കോടിയോളം രൂപയുടെ തിരിമറി നടന്നിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെട്ടവർക്കെതിരെ പാർട്ടി ആഭ്യന്തരമായി നടപടിയെടുത്തിട്ടുണ്ടെന്നും വിമതപക്ഷം ഉറപ്പിച്ചു പറയുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അച്ചടക്ക നടപടി കത്ത് തികച്ചും വ്യാജമാണെന്നാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കത്തിലെ അക്ഷരത്തെറ്റുകളും രേഖയിലെ മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി പ്രചരിക്കുന്നത് വ്യാജരേഖയാണെന്ന് തെളിയിക്കാൻ ഔദ്യോഗിക വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ വ്യാപക പ്രചരണം നടത്തിയിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ അക്ഷരത്തെറ്റുകളോ മറ്റ് പിഴവുകളോ ഇല്ലാത്ത മറ്റൊരു ഔദ്യോഗിക കത്ത് കൂടി പുറത്തുവന്നതോടെ തർക്കം രൂക്ഷമായി. രണ്ടാമത് പുറത്തുവന്ന കത്താണ് യഥാർത്ഥത്തിലുള്ളതെന്നും ആദ്യത്തെ കത്ത് ബോധപൂർവം അക്ഷരത്തെറ്റുകളോട് നിർമ്മിച്ച് തടിയൂരാൻ ഔദ്യോഗിക വിഭാഗം ശ്രമിക്കുകയായിരുന്നു എന്നുമാണ് വിമതപക്ഷം ആരോപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ സാമഗ്രികളിൽ പ്രധാനപ്പെട്ട കൊടി നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനിക്ക് കരാർ കൊടുത്തതിലാണ് ആദ്യഘട്ട ക്രമക്കേടുകൾ ഉയർന്നു വന്നത്. കരാർ തുകയിൽ വൻ തുക തിരിമറി നടത്തിയെന്നാണ് പ്രധാന പരാതി. ഇതിനു പുറമെ പ്രചരണത്തിനായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകളുടെ ഉപയോഗത്തിലും വൻ കൃത്രിമം നടന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രചരണ ആവശ്യങ്ങൾക്കായി 3 ഹെലികോപ്റ്ററുകൾ 136 മണിക്കൂർ പറക്കാൻ കരാർ നൽകിയെങ്കിലും ആകെ ഉപയോഗിച്ചത് 42 മണിക്കൂർ മാത്രമാണെന്ന് അന്വേഷണ സമിതിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ബാക്കി സമയത്തിന്റെ പണം ഉപയോഗിക്കാതെ തന്നെ വ്യാജ ബില്ലുകൾ നിർമ്മിച്ച് മാറിയെടുത്തു എന്നാണ് വിമത വിഭാഗം ആരോപിക്കുന്നത്. മനോരമയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി വിവിധ ജില്ലകളിലായി 200ഓളം കാറുകൾ വാടകയ്ക്കെടുത്തിരുന്നു. ഇതിൽ പകുതി കാറുകൾ പോലും യഥാർത്ഥത്തിൽ ഉപയോഗിക്കാതെ ട്രിപ്പ് ഷീറ്റുകളിൽ തിരുത്തലുകൾ വരുത്തി പണം തട്ടിയെന്നതുൾപ്പെടെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി സമർപ്പിക്കുന്ന റിപ്പോർട്ട് അത് നിർണായകമായി മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ.